പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വിബിജി റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. 2005-ൽ അന്നത്തെ UPA സർക്കാർ തുടങ്ങിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കുമെന്ന് ബില്ലിൽ പറയുന്നു. Item number 20, Shri Shivraj Singh Chauhan. माननीय अध्यक्ष महोदय, मैं प्रस्ताव करता हूं कि मुझे विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG राम जी विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी राम जी. വേതനത്തിന് 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്നതുൾപ്പെടെ സംസ്ഥാനങ്ങളുടെ ഭാരം കൂട്ടുന്ന നിർദ്ദേശങ്ങളും ബില്ലിലുണ്ട്. ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയായിരുന്നു ബിൽ അവതരണം. ബില്ലിനെ അതിശക്തമായി എതിർത്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. സാധാരണക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ദേശം തന്നെ തകർക്കുന്ന ബില്ലാണ് പുതിയതെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസും ബില്ലിനെ എതിർത്തു. എന്നാൽ ബില്ലിനെ അനുകൂലിച്ച് ജയ് ശ്രീറാം വിളികളുമായി BJP അംഗങ്ങൾ രംഗത്തെത്തി. ഗാന്ധിജിയുടെ ചിത്രമുയർത്തി കോൺഗ്രസും പ്രതിഷേധിച്ചു. എന്നാൽ പോസ്റ്റർ ഒഴിവാക്കണമെന്ന് സ്പീക്കർ നിലപാടെടുത്തു. ഗാന്ധിജിയുടെ പേര് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് ബില്ലിനെ എതിർത്ത് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഇത് കേന്ദ്ര കൃഷിമന്ത്രി വിശദീകരിക്കണം. ബില്ല് തയ്യാറാക്കിയ രീതി പോലും ശരിയല്ല. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരും. വലിയ വിഭാഗത്തിന് തൊഴിൽ നഷ്ടമാകുമെന്നും ബില്ല് പിൻവലിക്കണമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിവാദപരമായിട്ടുള്ള മറ്റൊരു ബില്ല്, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതുപോലെ തന്നെ വിവാദപരമായിട്ടുള്ള ആണവോർജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ബില്ല് സത്യത്തിൽ വായിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നലൊക്കെ ഒബ്ജക്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. വായിക്കാനുള്ള അവസരം പോലും തരാതെ ന്യൂക്ലിയർ എനർജിയുമായിട്ടുള്ള ബില്ല് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിതാ ഈ 2 ബില്ലുകൾ കൂടി അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന് പറയുന്ന ഈ തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട ബില്ലും അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ 3 നിയമങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1956, ഇൻഷുറൻസ് ആക്ട് ഓഫ് 1939, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ആക്ട്. ഈ 3 നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഒറ്റ നിയമത്തിലൂടെയാണ്. അതാണിപ്പോൾ പുതിയ സമീപനം. 3 പുതിയ വളരെ സുപ്രധാനം പ്രത്യേകം നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നതിന് പകരം കൺസോളിഡേറ്റ് ചെയ്ത് ഇത് മുഴുവൻ പാസ്സാക്കി എടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബുൾഡോസിങ് ഓഫ് ലെജിസ്ലേഷൻ. നിയമനിർമ്മാണം ബുൾഡോസ് ചെയ്ത് പാസ്സാക്കി എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്നിട്ട് പ്രതിപക്ഷത്തെ കുറ്റം പറയുക, പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. ഞങ്ങൾ സഹകരിച്ചല്ലോ ഈ സെഷനിൽ. തുടക്കം മുതൽ ഈ സെഷനുമായി സഹകരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും ബില്ല് അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള വ്യവസ്ഥ സ്പീക്കറുടെ തന്നെ റൂളിംഗ് അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഡയറക്ഷൻസ് ഉണ്ട്. ഈ ചട്ടങ്ങൾ പാലിക്കുന്നില്ല, വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. ഏകപക്ഷീയമായി ദോശ ചുട്ടെടുക്കുന്നത് പോലെ പാർലമെൻറ്റിൽ ബില്ലുകൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുക. പാർലമെൻ്ററി സമിതിക്ക് വിടുന്നില്ല. ഒറ്റ ബില്ല് മാത്രമാണെന്നില്ല പാർലമെൻറ്റ് സമിതിക്ക് വിട്ടത്. അതിൻ്റെ ഇടയിൽ ഈ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ബില്ല് കമ്മിറ്റിക്ക് വിടുന്നില്ല. ഇന്ന് ഈ ബില്ലുകളിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തമല്ല. ഇതാണ് ക്ലിയർ കേസ് ഓഫ് ബുൾഡോസിംഗ് ഓഫ് ലെജിസ്ലേഷൻ. ബില്ലിനെ സഭയിൽ എതിർത്തുകൊണ്ടാണ് ശശി തരൂർ MPയും പ്രതികരിച്ചത്. ഇത് പദ്ധതിയുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നതാണ്. പാവപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ടാക്കും. അടിസ്ഥാനപരമായ ആശയങ്ങൾക്കെതിരാണെന്നും ശശി തരൂർ MP പറഞ്ഞു. ഭരണഘടനയ്ക്കെതിരായ നിയമമാണെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. പുതിയ ബില്ല് ഗ്യാരണ്ടി നൽകുന്നത് കടലാസിൽ മാത്രമാണ്. 125 ദിവസം തൊഴിൽ ദിനം ലഭിക്കില്ല. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിമാറ്റിയ മന്ത്രി എന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്നും KC പറഞ്ഞു. എന്നാൽ തങ്ങൾ ഗാന്ധിജിക്കെതിരല്ല എന്നായിരുന്നു കൃഷിമന്ത്രിയുടെ മറുപടി. തൊഴിൽ ദിവസങ്ങൾ കൂട്ടി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഗാന്ധിജിയുടെ ചിത്രവുമായാണ് നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം. എന്നാൽ വലിയ ബഹളത്തിനിടെ മന്ത്രി ബില്ല് അവതരിപ്പിച്ചു. രാംരാജ്യം സ്ഥാപിക്കാനാണ് ബില്ലെന്നും ഗാന്ധിജിയും ഇതാണ് ആഗ്രഹിച്ചതെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് 2 മണിവരെ ലോക്സഭ നിർത്തിവെച്ചു. നിലവിൽ ബില്ലിനെതിരെ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഗാന്ധി ചിത്രങ്ങളുമായി സഭയ്ക്ക് പുറത്തും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തു.